നമസ്കാരം. ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ. അപ്പം രസം ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കടുകിടാം. നമുക്ക് ഇച്ചിരി കടുകിടാം, ഇത്രയും കടുകിടും. നമുക്ക് 2 വറ്റൽമുളക് ഇടും. നമുക്ക് ഇച്ചിരി കരിയാപ്പില, പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതും അങ്ങോട്ട് ചേർക്കും. ചെറുതായിട്ട് കൂട്ടാൻ മതി, രസമില്ല. അപ്പം അതിനകത്ത് നമുക്കൊരു ശകല ഉപ്പ്, ഞാൻ ഉലുവാപ്പൊടി ഇടുന്നില്ല, ഉലുവായി ചേർക്കുന്നു. ഉലുവയുടെ പൊടി തീർന്നത്, അതുകൊണ്ട് ഉലുവായി. നമ്മുടെ രസത്തിൻ്റെ ഇതെല്ലാം ഒന്ന് മൂറ്റിട്ടുണ്ട്. ഇപ്പം അതിനകത്തോട്ട് നമുക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കട്ടെ. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇടാം. രസമല്ലേ, അപ്പം മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം. നമ്മൾ ഇതുപോലത്തെ 3 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമ്മളിതിൻ്റെ ഇത്രയും കായം ഇട്ട്, കട്ടക്കായം, അത് വലിക്കണം. രസത്തിന് എപ്പോഴും കായം ഏറെ വേണം. നമ്മളതും അതിനകത്ത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി ഇച്ചിരി ചേർക്കാം. പക്ഷേ കുരുമുളക് ഞാൻ 2-3 കുരുമുളകും കൂടെ അതിനകത്ത് അരച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാം. നമുക്ക് ഈ രസത്തിൻ്റെ മുളക് ഇതെല്ലാം ഒന്ന് മൂത്തിട്ട് നമ്മൾ തക്കാളിയുടെ രസം വെക്കുന്നു. ഒരു 4 തക്കാളിക്ക്, വലിയ മീഡിയം സൈസിലെ 4 തക്കാളിക്കാവും. നമ്മൾ തക്കാളിക്ക് ഇട്ട് നമ്മൾ ആ രസത്തിനൊന്ന് നല്ലോണം മൂക്കണം. നമ്മൾ തീയിച്ചിരുന്നു കൂട്ടിരിക്കുന്നു. ഇച്ചിരി ഏറെ കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. കായ ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട്. കായം നല്ലോണം വേണമല്ലോ. നമുക്ക് രസിക്കുന്നൊരു രസം. നമ്മുടെ കായ നമ്മുടെ തക്കാളിക്ക് എല്ലാം ഇങ്ങനെയൊന്ന് വരും. അപ്പം ഇനി നമ്മൾ
പുളി പിഴിഞ്ഞൊഴിച്ച് നമ്മൾ പുളിവെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പുളിവെള്ളം ഒന്ന് ഒഴിക്കാം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു. നമുക്ക് ഇച്ചിരി ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പും കായൊക്കെ ഉണ്ട്. അതിനകത്തോട്ട് നമുക്ക് നല്ല അടിപൊളി രസം. നമുക്ക് വെള്ളമില്ല അങ്ങോട്ട്. നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ച രസമല്ലേ. ഈ രസം നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കും. നമുക്ക് രസമൊക്കെ ആകുമ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ കൂട്ടാം. ഇച്ചിരി ഏറെ വെച്ചാൽ മതി. തക്കാളിക്ക് ആ രസം നല്ല അടിയിൽ. അപ്പം ഞാൻ ഇച്ചിരി ഏറെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ രസം ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്ക് ആ രസം ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം നമുക്കൊരു ഇടിക്കൂട്ടത്തിൻ്റെ അടപ്പെടുക്കാം. അടപ്പ് ആ രസം ഒന്ന് തിളച്ച് നല്ല എല്ലാം ഇളകണം. നമുക്കതുവരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ രസം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ രസം എങ്ങനെ ആയിരുന്നു. അപാര മണം, എന്തോ ഒരു വാസന കായത്തിൻ്റെ അതിൻ്റെയൊക്കെ. ഞാനിതിൻ്റെ കൂടെ പറയാൻ മറന്നുപോയതാണ്. അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 5-6 പച്ചക്കുരുമുളക് അരച്ചിട്ടുണ്ടായിരുന്നു, ചതച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ടത്. നല്ല അടിപൊളി രസം. നല്ല മഴ പെയ്യും, നല്ല തകർത്ത് പിടിച്ച് മഴ നടക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി രസവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ കൊച്ചുമത്തി മാങ്ങായിട്ട് പറ്റിച്ച് അതുമാണ്. അത് ഇപ്പുറത്ത് അടുപ്പിയിരിക്കുന്നു. അപ്പം അതുമൊക്കെ കൂട്ടി ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഉണ്ണട്ടെ. പിന്നെ അപ്പം എല്ലാവരും ഈ രസം ഒന്ന് വെച്ച് നോക്കുക. നല്ല അടിപൊളി രസമാണ്. ഇച്ചിരി കായ വേറെ ചേർക്കണം എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഈ രസം വെച്ച് നോക്കിയിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ.